നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 10th പ്രിലിംസ് അവസാന ഘട്ട പരീക്ഷ എഴുതുന്നവർ ഉറപ്പായിട്ടും നോക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ഈ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന കുറേ ചോദ്യങ്ങൾ, 2-3 മാർക്ക് ഒറ്റ ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലാണ് ചോദ്യങ്ങളെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ്? SCRT ഫാക്ട് ആണ്. അബനീന്ദ്രനാഥ ടാഗോർ ആണ് ഭാരതമാത എന്ന ചിത്രം വരച്ചത്. ബംഗാളി ചിത്രകാരനാണ് അബനീന്ദ്രനാഥ ടാഗോർ. ഇദ്ദേഹം സ്വദേശി സമര കാലത്താണ് ഭാരതമാത എന്ന ചിത്രം വരച്ചത്. സതി എന്ന ചിത്രം വരച്ചത് ആരാണ്? നന്ദലാൽ ബോസ് ആണ് സതി എന്ന ചിത്രം വരച്ചത്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് ആരാണ്? അതും നന്ദലാൽ ബോസ് ആണ്. അപ്പൊ സതി എന്ന ചിത്രം വരച്ചതും ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചതും ആര് തന്നെ? നന്ദലാൽ ബോസ് ആണ്. 1938 ഹരിപുരയിൽ നടന്ന INC സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രമാണ് ഏത്? ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം. ഗ്രാമീണ ചെണ്ടക്കാരൻ കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുത്തതും ഏത് തന്നെയാണ്? ഗ്രാമീണ ചെണ്ടക്കാരനാണ്. ഇനി ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങളെ വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ ചിത്രീകരിച്ച അമൃത ഷേർഗിലിന്റെ ചിത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ ഗ്രാമീണ ജീവിതമാണ്. അപ്പൊ ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് ആരാണ്? അമൃത ഷേർഗിൽ ആണെന്ന് ഓർക്കുക. ചർക്കയോടുകൂടിയ ദേശീയ പതാകയ്ക്ക് രൂപം നൽകിയതാരാണ്? ഗാന്ധിജി. എന്താണ് ഈ ചർക്ക പ്രതീകമായിരുന്നത്? എന്തിന്റെ പ്രതീകമായിരുന്നു ചർക്ക? ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്വത്തിന്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിന്റെയും പ്രതീകമായിരുന്നു ഏത്? ചർക്ക. അബനീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത്. എവിടെയാണ് സ്ഥാപിച്ചത്? കൽക്കത്തയിൽ. ഓക്കെ. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഈ വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളായ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ മുതലായ പരീക്ഷകളുടെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസുകളിലാണ് എല്ലാ ബാച്ചും ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബാച്ചസ് ഏതൊക്കെയാണെന്ന് പറയാം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ, 10th മെയിൻസ്. ഈ വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് 10th മെയിൻസ്. പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പിക്കാവുന്ന കുറെ പോസ്റ്റുകളാണ് 10th മെയിൻസിലുള്ളത്. സെക്രട്ടേറിയറ്റ് OA, സ്റ്റോർ കീപ്പർ, പിയൂൺ മുതലായ പോസ്റ്റുകൾ. പിന്നെ ഇനി വരാനിരിക്കുന്ന കമ്പനി LGS, ബെവ്കോ, LD, VFA എല്ലാ കോഴ്സുകളും നമ്മുടെ ആപ്പിൽ വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10th പ്രിലിംസിന്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ 10th പ്രിലിംസ് ഈ കഴിഞ്ഞ ഘട്ടങ്ങളുടെ എല്ലാത്തിന്റെയും റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പിൽ എല്ലാ കോഴ്സിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ മാത്രമല്ല ബാക്കി PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഏത് കോഴ്സ് എടുത്താലും നിങ്ങൾക്ക് ഫുൾ സിലബസ് കവറേജ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCRT, പഴയ SCRT ഓൾറെഡി ഉണ്ട്, പുതിയ SCRT 5, 7, 9 ക്ലാസ്സുകളിലെ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു കോഴ്സ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫുൾ സിലബസ് കവറേജും, ഷോർട്ട് കറണ്ട് അഫയേഴ്സും, മന്ത്ലി കറണ്ട് അഫയേഴ്സും, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസും, പുതിയ SCRT, പഴയ SCRT, ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GK എല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും. കൂടാതെ എന്നോട് ഡയറക്ട്ലി ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. എന്നോട് ഡയറക്ട്ലി നിങ്ങൾക്ക് ചോദിച്ച് ഓരോ ക്ലാസ്സും കണ്ടിട്ട് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനും പറ്റും. എല്ലാ ക്ലാസ്സുകളും ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് വരുന്നത്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസ് നിങ്ങൾ കയറി ചെക്ക് ചെയ്യുമ്പോൾ അറിയാം. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് എല്ലാ ക്ലാസ്സുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാ ക്ലാസ്സുകളും തുടക്കക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ ബേസ് ലെവൽ ആയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾ ബിഗിനർ ആണെങ്കിലും ഓൾറെഡി PSC പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും ആര് വേണമെങ്കിലും നമ്മുടെ ആപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനിയൊരു 10 മുൻവർഷ ചോദ്യം നോക്കാം. 2005 PSC പരീക്ഷകളിലെ 2005 ഇന്ത്യൻ വിവരാവകാശ നിയമം നടപ്പിലായ വർഷം ഏത്? 2005. ദേശീയ തൊഴിലുറപ്പ് നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏത്? 2005. ഇന്ത്യ ഗവൺമെന്റ് ഭാരത് നിർമ്മാൺ പദ്ധതി ആരംഭിച്ച വർഷം ഏത്? 2005. ദേശീയ വിജ്ഞാന കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2005. വാറ്റ് എന്നാൽ വാല്യൂ ആഡഡ് ടാക്സ് ആണ്. വാറ്റ് എന്ന പേരിൽ വിൽപ്പന നികുതി ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഏർപ്പെടുത്തിയ വർഷം 2005. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള ഗാർഹിക പീഡന
നിയമം പാസാക്കിയ വർഷം 2005 ഓർക്കുക, 2005. ഇനി ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരനല്ലാത്ത ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി. മൊറാർജി ദേശായി ആയിരുന്നു ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരനല്ലാത്ത ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് ഓർക്കുക. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാ? 1956. ഇതൊരു ചോദ്യം. ഇനി ഈ നിയമപ്രകാരം എത്ര സംസ്ഥാനങ്ങളും എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്? എപ്പോഴും ചോദിക്കാറുണ്ട്. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്. ഇപ്പൊ 2005 പ്രത്യേകതകൾ എന്തൊക്കെയാ? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയ വർഷം, ദേശീയ തൊഴിലുറപ്പ് നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം, വാറ്റ് എന്ന പേരിൽ വിൽപ്പന നികുതി ഇന്ത്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഏർപ്പെടുത്തിയ വർഷം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള ഗാർഹിക പീഡന നിയമം പാസാക്കിയ വർഷം, ഇന്ത്യ ഗവൺമെന്റ് ഭാരത് നിർമ്മാൺ പദ്ധതി ആരംഭിച്ച വർഷം, ദേശീയ വിജ്ഞാന കമ്മീഷൻ നിലവിൽ വന്ന വർഷം, എല്ലാം 2005. ഇനി ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരനല്ലാത്ത ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയത് 1956. ഈ നിയമപ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹാർദയാൽ ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ച്? അമേരിക്കയിൽ വെച്ചാണ് ലാലാ ഹാർദയാൽ ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ച വർഷം ഓർക്കുക, 1913. 1913 ഗദ്ദാർ പാർട്ടിക്ക് രൂപം നൽകിയത്. ഗദ്ദാർ പാർട്ടി നേതാക്കളുടെ ലക്ഷ്യം എന്തായിരുന്നു? സായുധ വിപ്ലവത്തിലൂടെ ഇന്ത്യയെ കൊളോണിയൽ ഭരണത്തിൽ നിന്നും മോചിപ്പിക്കുക എന്നതായിരുന്നു. ഈ ഗദ്ദാർ പാർട്ടിയുടെ ആദ്യത്തെ പേരെന്തായിരുന്നു? പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ. പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ. ഗദ്ദാർ പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? സോഹൻ സിംഗ് ഫക്ന. സോഹൻ സിംഗ് ഫക്നയായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ലാലാ ഹാർദയാൽ. ലാലാ ഹാർദയാൽ ആണ്. ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം, ഉറുദു ഭാഷയിലെ അർത്ഥം എന്തായിരുന്നു? വിപ്ലവം എന്നതായിരുന്നു. വിപ്ലവം. ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കിയാലോ. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ ദേശീയോദ്യാനം ഏത്? നന്ദൻ കാനൻ ദേശീയോദ്യാനം. ഈ നന്ദൻ കാനൻ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. ഒഡീഷയിലാണ് നന്ദൻ കാനൻ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഹിമപ്പുലികളുടെ ഏക സംരക്ഷിത കേന്ദ്രം ഏതാണ്? ഹെമിസ് നാഷണൽ പാർക്കാണ്. ഹെമിസ് നാഷണൽ പാർക്ക് കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹെമിസ് നാഷണൽ പാർക്ക്. കാശ്മീരി മാനുകളുടെ ഏക സംരക്ഷിത പ്രദേശം ഏതാണ്? ഡച്ചിഗാം നാഷണൽ പാർക്ക്. കാശ്മീരി മാനുകൾ ഡച്ചിഗാം നാഷണൽ പാർക്ക് ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്നു. ഏഷ്യൻ സിംഹങ്ങളുടെ ആവാസ കേന്ദ്രമായ ഏക നാഷണൽ പാർക്ക് ഏതാണ്? ഗിർ നാഷണൽ പാർക്ക്. എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുടെ ഏക സംരക്ഷിത പ്രദേശം. സ്ഥിരം ചോദ്യമാണ്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുടെ ഏക സംരക്ഷിത പ്രദേശം കാസിരംഗ നാഷണൽ പാർക്ക്. കാസിരംഗ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനം? അസം. 2 ചോദ്യങ്ങളാണ്. കാസിരംഗ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനമാണെന്നും എപ്പോഴും ചോദിക്കാറുണ്ട്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുടെ ഏക സംരക്ഷിത പ്രദേശം ഏതാണെന്നും ചോദിക്കാറുണ്ട്. ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? മനാസ് ദേശീയോദ്യാനമാണ്. മനാസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? അസം. ഓക്കെ, അപ്പോൾ ഈ 10 ചോദ്യങ്ങൾ ഓർത്തിരിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം കാസിരംഗ നാഷണൽ പാർക്ക്, വെള്ളക്കടുവകൾ നന്ദൻ കാനൻ ഒഡീഷ, ഇന്ത്യയിൽ ഹിമപ്പുലികളുടെ ഏക സംരക്ഷിത കേന്ദ്രം ഹെമിസ് നാഷണൽ പാർക്ക് കാശ്മീർ, ഏഷ്യൻ സിംഹങ്ങളുടെ ആവാസ കേന്ദ്രം ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്ത്, കാശ്മീരി മാനുകളുടെ ഏക സംരക്ഷിത പ്രദേശം ഡച്ചിഗ നാഷണൽ പാർക്ക് ജമ്മു കാശ്മീർ, ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ദേശീയോദ്യാനം മനാസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അസം. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏതാണ്? മദ്രാസ് ലേബർ യൂണിയൻ, AITUC, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ. ഇവയെല്ലാം ശരിയാണ്. ഇവയെല്ലാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനങ്ങളാണ്. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് പിൽക്കാലത്ത് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? അഖിലേന്ത്യാ കിസാൻ സഭ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. AITUC അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം 1920 AITUCക്ക് നേതൃത്വം നൽകിയവർ ആരെല്ലാം? NM ജോഷിയും ലാലാ ലജ്പത് റായിയുമാണ്. NM ജോഷിയും ലാലാ ലജ്പത് റായിയും.
ഇന്ത്യയിൽ ഇങ്ങനെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ കാരണമായത് എന്താശയമാണ്? റഷ്യൻ വിപ്ലവത്തെ തുടർന്നുണ്ടായ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം മൂലമാണ് ഇന്ത്യയിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപീകരിച്ചത്. ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കിയാലോ. ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും പ്രതിപാദിക്കുന്ന വിഷയങ്ങളുമാണ്. ഭാഗം 1 രാജ്യവും ഭൂപ്രദേശങ്ങളെയും പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ഭാഗം 2 പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭാഗം 3 മൗലിക അവകാശങ്ങൾ. ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ. ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭാഗം 9 പഞ്ചായത്തുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭാഗം 9A മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭാഗം 15 തെരഞ്ഞെടുപ്പ്. ഭാഗം 17 ഔദ്യോഗിക ഭാഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭാഗം 17 ഔദ്യോഗിക ഭാഷയെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഭാഗം 18 അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭാഗം 20 ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ഭാഗങ്ങളും. അപ്പോൾ ഭാഗം 3ഉം 4ഉം 4Aയും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. 3 മൗലിക അവകാശങ്ങൾ, 4 നിർദ്ദേശക തത്വങ്ങൾ, 4A എന്താണ്? മൗലിക കർത്തവ്യങ്ങൾ. അതുപോലെ 9ഉം 9Aയും ഇമ്പോർട്ടൻ്റ് ആണ്. 9 പഞ്ചായത്ത്, 9A മുനിസിപ്പാലിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്ലാസ്സുകൾ നിങ്ങൾ തുടർന്നും എല്ലാ ക്ലാസ്സുകളും കാണുക. എല്ലാം റിപ്പീറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. പരീക്ഷയ്ക്ക് നെഗറ്റീവ് ഇല്ലാതെ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ട് വരാം. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ക്ലാസ്സുകളെല്ലാം നടന്നു വരികയാണ്. ഇപ്പോൾ 10th പ്രിലിംസ് 3ാം ഘട്ട പരീക്ഷയുടെ 100 ചോദ്യങ്ങളും നമ്മുടെ ആപ്പിൽ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകൾ പർച്ചേസ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.